ഹലോ ഫ്രണ്ട്സ്, PSC തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സ് നോക്കാം. അതിനു മുന്നേ ഇതുപോലെ സ്റ്റിക്കി നോട്ട്സിൽ ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡെയിലി ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകാറുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. SCERTയിലെ 5th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിലെ 6, 7, 8 ഈ 3 ചാപ്റ്റേഴ്സാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്തിരി ശക്തി ഒത്തിരി ജോലി, അറിവിൻ്റെ ജാലകങ്ങൾ, അകറ്റി നിർത്താം രോഗങ്ങളെ, ഈ 3 ചാപ്റ്റേഴ്സാണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് സൺഡേ ആകുമ്പോഴേക്കും ഈ ബേസിക് സയൻസ് മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്യുന്ന വിധത്തിൽ പോകാം. പിന്നെ സൺഡേ റിവിഷനായിട്ട് കൊടുക്കാം. അതുപോലെ കറണ്ട് അഫയേഴ്സ് വന്നിട്ട് ഇന്ന് നോക്കുന്നത് 16 മുതൽ 20 വരെ തന്നെയാണ്. കാരണം കറണ്ട് അഫയേഴ്സ് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ കളക്ട് ചെയ്തിട്ട് പഠിക്കണം. സോ ഇന്ന് നമുക്ക് 16 മുതൽ 20 തന്നെ നോക്കി പോകാം. അതുപോലെ മാത്സ് നമ്മൾ ഇന്നലെ നോക്കിയത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഹരണ സാധ്യത എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അത് 2 മുതൽ 12 വരെ നിർബന്ധമായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് മുന്നോട്ട് എല്ലാ ടോപ്പിക്സിലും ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നതായിരിക്കും. അതുപോലെ ഇന്ന് മുതൽ നമ്മൾ മാത്സ് ഒരാഴ്ചത്തേക്ക് നോക്കാൻ പോകുന്നത് LCM ആൻഡ് HCF എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതൊരു ചെറിയ ടോപ്പിക്കാണ്. അത് നമുക്ക് ഒരു വീക്ക് കൊണ്ട് സാവധാനം തീർക്കാം. നെക്സ്റ്റ് സൺഡേ ആകുമ്പോഴേക്കും റിവിഷൻ എന്നുള്ള മട്ടിൽ ഒരു വീക്ക് കൊണ്ട് അത് നമുക്ക് തീർക്കാം. അതുപോലെ ഇംഗ്ലീഷ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീക്ക് മൊത്തമായിട്ട് നമ്മൾ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയായിരിക്കും നോക്കി പോകുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ GK ഒരു 100 ക്വസ്റ്റ്യൻ തന്നെ വെച്ചിട്ട് നോക്കി പോവാം. അതും വീക്കിലി നെക്സ്റ്റ് സൺഡേ ആകുമ്പോഴത്തേക്കും അങ്ങനെ നോക്കിപ്പോയിട്ട് സൺഡേ നമുക്ക് റിവിഷനായിട്ട് കൊടുക്കാം. ആ സമയം ഈ വീഡിയോയിൽ തന്നെ എല്ലാ ടോപ്പിക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അതൊരു റിവിഷനും ആവും. അപ്പോൾ ഞാൻ ഇന്നത്തെ ടോപ്പിക്സ് ഒരിക്കൽ കൂടെ പറയാം. SCERT 6, 7, 8 അതായത് ഇത്തിരി ശക്തി ഒത്തിരി ജോലി, 7ാമത്തെ ചാപ്റ്റർ അറിവിൻ്റെ ജാലകങ്ങൾ, 8 അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നോക്കുന്നത്. കറണ്ട് അഫയേഴ്സ് 16 to 20 വരെ തന്നെയാണ് ഇന്നും നോക്കി പോകുന്നത്. മാത്സ് ഇന്ന് മുതൽ അങ്ങോട്ട് LCM ആൻഡ് HCF എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് തുടങ്ങാം. ഇംഗ്ലീഷിൽ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 100 GK ക്വസ്റ്റ്യൻസും നോക്കി പോകാം. സോ എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക, പഠിക്കുക.